ാണ് വണ്ടിയുടെ തീർച്ചങ്ങോട്ട് പോയി. ഞാൻ കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ഞാനാ മറ്റേ പെട്ടി നോക്കിയപ്പോൾ അതിലൊന്നുമില്ല ജാതിയാണി. എന്നിട്ടോ ഞാൻ വരില്ല, എൻ്റെ വരില്ല വരില്ല ഉവ്വേ അന്ന് ഈ വരല് അതൊന്നും സാരല്ല, വരില്ലല്ലേ. ഓ തലയൊന്നും അല്ലല്ലോ. ആര് പറഞ്ഞു? അപ്പോൾ രാജാവിന് വലിയ മതിപ്പായി പോയി. എങ്ങനെ വേണ്ടേ ഭാര്യമാരെന്നൊക്കെ പറഞ്ഞാൽ തനിക്കൊരാപത്തില്ലാണ്ടിരിക്കാൻ തൻ്റെ വിരല് പോട്ടെ എന്ന് വിചാരിച്ച ആളുമ്പോൾ രാജാവ് കൈകേയി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൈകേയിക്ക് അങ്ങോട്ട് സന്തോഷം കൊണ്ട് പോയി. അതൊന്നും കണക്കാക്കണ്ട രാജാവേ, നമുക്ക് പോവുക അയ്യോ എന്താവാ ചോദിച്ചു. മടങ്ങുകയ്യോ ചോദിച്ചു. ഉവ്വേ മടങ്ങുകയി എന്നും പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, എനിക്കിത്ര സമ്മതമാവണില്ല. എൻ്റെ ഈ ഒരു എന്താല്ലേ വിരലൊക്കെ വെച്ചിട്ട് നോക്കണം. ഹേയ് മഹാകേമിയ നീ കേട്ടോ രാജാവേ, അതൊക്കെ പോട്ടെ അവൻ വിടൂ. അങ്ങനെ വിടാനൊന്നും പറ്റില്ല, നീ ഒന്ന് അവിടെ നിൽക്കോ, നിനക്ക് ഞാൻ 2 വരം കണ്ടു തരാമെന്നും പറഞ്ഞു. അപ്പോൾ കൈകേയി പറഞ്ഞു, എനിക്ക് എന്തിനാ വരം? അങ്ങേ പോലെ ഒരു വരനായിട്ട് വന്നതല്ലേ വരം എന്നും ചോദിച്ചു. കല്യാണം കഴിഞ്ഞ കാലത്തൊക്കെ ചോദിക്കും, ഒരാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിച്ചോളന്നില്ല. കഴിയുമ്പോഴൊക്കെയുള്ള കാലത്ത് ചോദിക്കുമല്ലോ. ചോദിച്ചു വേണ്ടേ വരം? വരമൊന്നും വേണ്ട, അങ്ങനെ പറയരുത്, നീക്കങ്ങടെ സന്തോഷം കൊണ്ട് പോയി. ഇങ്ങനെയൊക്കെ ഒരു മഹിമ കാണിക്കുമ്പോൾ നമ്മൾ ഈ വരം തരാണ്ട പറ്റില്ല. ചോദിച്ചോളൂ എന്താ വരം വേണ്ടു ചോദിച്ചു. കൈകേയി പറഞ്ഞു, എന്താ രാജാവേ പറയണത്? ഇങ്ങനെ ഒരു സംഗതി ചെയ്ത് ഞാൻ അങ്ങയുടെ കയ്യിൽ നിന്ന് വരമായിട്ട് വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ മോശമാണ്, ഞാൻ ചെയ്യില്ല അത്. അയ്യോ കുട്ടി, അങ്ങനെ ഒരു കണക്ക് പറയലല്ലാതെ എൻ്റെ ഒരു സന്തോഷമാണേ, അത് നീ വാങ്ങാണ്ടിരുന്ന എനിക്ക് വിഷമാവുകയെ പറഞ്ഞു. എന്താ രാജാവേ അങ്ങനെയൊന്നും പറയരുത്, എനിക്കത് തരാണ്ട പറ്റില്ല. തർക്കമായി. നമ്മുടെ നാട്ടിൽ വെച്ചാൽ വേറെ പല കാര്യത്തിനും തർക്കിക്കാറുണ്ട്. ഇതെന്താ എന്തൊരു സ്നേഹമല്ലേ അവർ തമ്മിൽ. ഒടുക്കാൻ രാജാവ് പറഞ്ഞു, നീ എന്തായാലും അത് വാങ്ങണം. രാജാവിക്ക് അതൊന്നും വേണ്ട, നിനക്കിപ്പോൾ വേണ്ടെങ്കിൽ നീ എന്നെങ്കിലും അത് വാങ്ങണം. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ എപ്പോഴെങ്കിലും വാങ്ങിക്കോളാം, ഇപ്പോൾ വേണ്ട എന്തായാലും. ശരി എന്നായിക്കോട്ടെ, സന്തോഷമായിട്ട് ആര് പോന്നു? ആ 2 സാധനമാണ് മറ്റോള് വന്ന് പെറുക്കി കൊണ്ടുവന്നത്. ഇപ്പം ഏത് ആ കൂനി ഈ കൈകൈക്ക് പോലും ഓർമ്മയില്ല. കൈകൈ ആ സ്നേഹം കൊണ്ട് അതൊക്കെ എന്ത് ചെയ്തു? ഇല്ലെങ്കിൽ നമ്മൾ ഈ സ്നേഹമുള്ളവരുടെ കയ്യിൽ കൊടുത്ത കടം കൊടുത്തോ നമ്മൾ ഓർമ്മിക്കില്ല. ഓർമ്മിക്കുമോ? അതല്ലേ കാമുകന് വളയൂരി കൊടുത്ത കാമുകി. തമ്മിൽ തെറ്റിയപ്പം വളയവിടെ കാമുക, അത് ഞാൻ പണയം വെച്ചു കാമുകി എന്നും പറഞ്ഞു. പിന്നെ പോലീസായി, കേസായി, എന്തൊക്കെയായി. ശരിയല്ലേ ഇത്? എന്നാൽ എത്ര നാട്ടിൽ എത്ര പാവങ്ങളുടെ ഒരു നേരം ചോറിനാൻ വയ്യാത്തവർ, അവർക്കൊന്നും ഈ കാമുകിയുടെ വള ഊരിപ്പോയില്ലല്ലോ. എന്താ കാരണം? ഒരു നേരം ഈ കാമുകന് മൊബൈൽ ഫോൺ വാങ്ങാനാണ് ആര് ഊരിക്കൊടുത്തത്? അടുത്ത വീട്ടിലെ പാവങ്ങൾ ചോറുണ്ണാനില്ലാണ്ട് കഷ്ടപ്പെടുമ്പോൾ അത് ഊരാൻ ആർക്ക് തോന്നിയില്ല? മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഊരുമ്പോഴൊക്കെ നോക്കി ഊരിക്കോളൂ. എന്ത് കാണുമ്പോഴൊക്കെ അങ്ങോട്ട് മായാവിലാസത്തിൽ പെട്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? നമ്മൾ അങ്ങനെ ഒന്നൊരു ഊരി ഒരാൾക്ക് കൊടുത്തു വെച്ചാൽ കൊടുത്തത് അവിടെ വെച്ച് മറന്നു വെച്ചാൽ ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്കത് കുറച്ച് കഴിഞ്ഞാൽ ഓർമ്മ വരും, എന്ത് എന്നാലും കൊടുത്തിട്ട് അത് ബുദ്ധിമുട്ടാണ്. അർത്ഥം മനസ്സിലാവുണ്ടോ പറയണത്? ഇപ്പം നമുക്ക് ത്യാഗമൊക്കെ അത് ആരച്ച ഉപയോഗിച്ചോട്ടെ, നന്നാവാണ്ടിരിക്കുക. എന്താ ഞാനത് കൊടുത്തൂലോ, എനിക്കിനി അതിൽ ശ്രദ്ധയിൽ എന്ന മറ്റുള്ള ആൾക്കാർ കുറച്ച് ഉയർന്ന നിലയിലുള്ളവർ, അവരെ ഇത് ബാധിക്കില്ല. ഏത് ഈ കൊടുക്കുക എന്നുള്ള ക്രിയ അല്ല. സാധാരണക്കാരൊക്കെ എന്തെങ്കിലും പ്രത്യേക വികാരം കൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ അത് പിന്നീട് എന്തായിട്ടിരിക്കും? ഈ കാമുകന് വളയൊരി കൊടുത്ത മാതിരി വേവലാതിയായിട്ടുള്ളിലിരിക്കുക. അപ്പോൾ അന്നത്തെ ആ ഒരു സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും കേമത്വം കൊണ്ട് കൈകേയി അത് മറന്നും പോയി. രാജാവ് അതൊക്കെ അതൊന്നും ഓർമ്മയിലൊന്നുമില്ല. അന്നെങ്ങാണ്ട് പണ്ട് ഏത് കാലത്ത് എത്ര കൊല്ലായി ഇല്ലേ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് രാജാവ് ഓർത്തില്ല. ഈ രാജാവ് ഇപ്പം ഇവിടെ ആ സത്യം എന്ത് ചോദിച്ചാലും തരാമെന്ന് രാജാവിനോട് വാക്ക് വാങ്ങിയിട്ട് കൈകേയി ഈ കാര്യം അങ്ങോട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതാണ് എനിക്ക് ആ 2 വരം തരണം ഇപ്പെന്നും പറഞ്ഞു. രാജാവ് ഇങ്ങനെ ആലോചിച്ചു, അതേതാ കൈകേയി? പണ്ട് അന്ന് നമ്മൾ ദേവാസുര യുദ്ധത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചു. അപ്പം രാജാവിന് ഓർമ്മയൊക്കെ വന്നു. വയസ്സായാലും അങ്ങനത്തെ ജാതി അൽഷിമേഴ്സൊന്നും ആർക്കില്ല. രാജാവിനില്ല, മറവിയൊന്നുമില്ല. രാജാവ് എന്ത് ചെയ്തു? അതവിടെ പറയും, താൻ ആണെങ്കിൽ തൻ്റെ വാക്കുകൊണ്ട് ബന്ധിതനാണ്. ഇപ്പം ആര്? വാങ്മാത്രേണ തത് ആരാജ്യ കൈകേയ്യ സ്വവശീകൃത പ്രചസ്കന്ദ വിനാശായ
പാശം മൃഗ ഇവാത്മന. ആ പദ്യം ഒന്ന് മനസ്സിരുത്തണേ. എന്താ പറഞ്ഞത്? വാങ്മാത്രേണ, വാക്ക് കൊടുക്കുക കാരണം കൊണ്ട്, വാക്ക് കൊടുത്തൂല, പ്രതിജ്ഞ ചെയ്യുക കാരണം രാജാവ് കൈകേയ്യ സ്വവശീകൃത, കൈകേയിക്ക് വശീകൃതനായി. കൈകേയിയുടെ മുമ്പിൽ അസ്വതന്ത്രനായി എന്ന് സത്യം ചെയ്തുല്ലോ. ഇതുപോലെ അതവിടെ പറഞ്ഞത് പ്രചസ്കന്ദ വിനാശായ പാശം മൃഗ ഇവാത്മന. ഒരു നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, എന്താ കഴുത്തും കത്തിയും കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ? എന്തിനത്? കത്തിയും കൊടുത്തു, കൊല്ലാനുള്ള കഴുത്തും അങ്ങോട്ട് നീട്ടി കൊടുത്തു എന്ന് പറഞ്ഞ മാതിരി മന്നെ അല്ലെങ്കിൽ മൃഗത്തിനെ എന്ത് ചെയ്യണ്? കൊല്ലാൻ സ്വയമേവ കെട്ടാൻ നിന്നു കൊടുക്കണ മാതിരി ആരും നിന്നു കൊടുത്തു. രാജാവ് നാശത്തിനായിട്ട് നിന്ന് കൊടുക്കുകയുണ്ടായത്. അപ്പോൾ കൈകേയി ഈ സംഗതി പറഞ്ഞു, രാമനെ കാട്ടിക്ക് പറഞ്ഞയക്കണം 14 കൊല്ലം. ഭരതനെ ഒരു വരം കൊണ്ട് ഭരതനെ രാജാവാക്കണം, 2ാമത്തെ വരം കൊണ്ട് കാട്ടിലേക്ക് രാമനെ പറഞ്ഞയക്കണം. ഈ 2 കാര്യം 14 കൊല്ലത്തെ കാര്യം അങ്ങോട്ട് പറഞ്ഞ് ഇതിങ്ങനെ കേട്ടപ്പം രാജാവ് ഇത്ര നേരം ചിന്തിക്കാത്തൊരു വിഷയമാണ് ആര് പറയണത്? കൈകേയി. രാജാവ് വിചാരിച്ചത് ചിലപ്പോൾ എന്താവും, പറയായോണ്ടേ കൈകേയിയോട് മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ അഭിഷേകത്തിൻ്റെ കാര്യം, അതാവാം. ഇനിയിപ്പോൾ കൈകേയിയുടെ അച്ഛനെയും ക്ഷണിച്ചിട്ടില്ലല്ലോ, ഇനി അതെങ്ങാനും അറിഞ്ഞിട്ട് അത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാവാം. അതിപ്പോൾ എന്തേ വേണ്ടു, അച്ഛനോട് പറഞ്ഞില്ല എന്നൊക്കെ ഒരു വാഴക്കൊലയും ജൈനിയൊക്കെ ആയിട്ടൊരു ചാക്ക് നെല്ലൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിട്ടൊന്ന് കണ്ട് വർത്തമാനം പറഞ്ഞ് പോന്നാൽ ഒരു കോടി മുണ്ട് 150 ഉറുപ്പ്യൊക്കെ ആയിട്ട് പോയാൽ കോടി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, സന്തോഷിപ്പിച്ചാൽ അത്ര ഇത് ആര് ചിന്തിക്കുന്നില്ല? ഈ ജാതിയൊരു കാര്യം രാജാവ് ചിന്തിക്കണില്ലേ? ഇപ്പം രാജാവ് ഇപ്പം നമ്മൾ അപ്രതീക്ഷിതമായി കഠോരമായി നമ്മുടെ ബുദ്ധിക്ക് വഴങ്ങാത്തതും സങ്കല്പിക്കാത്തതും ബുദ്ധിയുടെ പ്രാപ്തിക്ക് എത്രയോ ഇരട്ടിയുള്ളത്, അത് നമ്മുടെ ബുദ്ധിക്ക് താങ്ങാൻ സാധിക്കാതെ എത്രയോ ഇരട്ടി ഭാരമുള്ളതും ആയ ചില കാര്യങ്ങൾ നമ്മൾ കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കുറച്ച് നേരം അനങ്ങാണ്ട് നിൽക്കും. എന്താ കാരണം? ഈ സാധനം ഒന്നും ഇങ്ങോട്ട് അന്ധാളിക്കുക എന്ന് അതിന് പറയുക. എന്താ അത്? പെട്ടെന്ന് ചില അത്യാഹിത വർത്തമാനങ്ങൾ കേട്ടാൽ നമ്മൾ ചിലപ്പം നിലവിളിക്കൊന്നുമില്ല, പെട്ടെന്ന് എന്താ ഉണ്ടാവുക? കുറച്ച് നേരം അതിനോട് നമ്മളൊന്നും അങ്ങോട്ട് ആ പറഞ്ഞ വിഷയമായിട്ട് നമ്മുടെ മനസ്സിനെ യോജിപ്പിക്കാൻ നമ്മൾ പാടുപെടും. ആ വിഷയമായിട്ട് ബന്ധം വരാത്തിടത്തോളം കാലം നമ്മളിങ്ങനെ നിർവികാരനെ പോലെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. പിന്നെ ഈ യാഥാർത്ഥ്യം നമ്മുടെ ഹൃദയത്തേക്ക് ഇങ്ങോട്ട് ചേരുമ്പോഴാണ് നമുക്ക് വൈകാരികമായിട്ട് എന്തുണ്ടാവുന്നത്? നിലവിളിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വികാരങ്ങളൊക്കെ ഉണ്ടാവുന്നത്. രാജാവ് ഇപ്പം ഇത് കേട്ടപ്പം ഇടിവെട്ടിയ മാതിരി, ഇടിവെട്ടി എങ്ങനെ ഉണ്ടാവുക? അന്ധാളിച്ച് നിൽക്കില്ലേ? ധരിച്ച് ഇങ്ങനെ നിന്നുപോയി. കുറച്ച് നേരം രാജാവ് അങ്ങനെ നിന്നു. അപ്പം രാജാവ് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവ് ചിന്തിച്ചു, ഇവൾ തമാശ പറയവും ചിലപ്പോൾ. എന്ത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ വലിയ തമാശയൊക്കെ പറയും, പേടിപ്പിക്കണ ചെറിയ തമാശയൊക്കെ പറയും, തമാശ പറയാവും. അതാണ്ടാവണത്. രാജാവ് കിന്നുമേ യതി വാ സ്വപ്ന, സ്വപ്നറ്റിയാവും ചിലപ്പോൾ ഇത്. ഏത് സ്വപ്നം കാണാവേ? നമ്മൾ സ്വപ്നത്തിൽ അങ്ങനെയൊക്കെ പലതും കാണില്ലേ? ചില സ്വപ്നമാണോ യാഥാർത്ഥ്യമാണെന്നൊന്നും മനസ്സിലാവില്ല. പിന്നെ നമ്മൾ വിചാരിക്കും എന്താ അത്? പിന്നെ രാവിലെ ഉണർന്ന് പല്ല് തേക്കാൻ പുറപ്പെട്ടപ്പോഴാണ് മനസ്സിലായത്, ഓ എന്ത് കണ്ടത് സത്യമല്ല, സ്വപ്നാണെന്ന് മനസ്സിലായത്. ഇവിടെ ഇപ്പം കിം വാ യതി വാ സ്വപ്ന ചിത്തമോഹോപി, അല്ലെങ്കിൽ മനസ്സിനെന്തോ ഒരു മനസ്സിൻ്റെ അന്തല്യായി ആവോ ഈ കേൾക്കണത് ഒന്നും അറിയില്ല, എന്തോ രൂപം കിട്ടുന്നില്ല. ഏയ് രാജാവ് ഇത് ഇങ്ങോട്ട് കേട്ടു, ബോധം കെട്ടങ്ങോട്ട് വീണു. ഒരു രൂപം കണ്ടു. 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ആര് വീണത്? രാജാവ് വീണു. വീണ രാജാവ് എഴുന്നേറ്റിരിക്കുമ്പം ചോദിച്ചു, തന്നോട് ഇപ്പം എന്താ പറഞ്ഞത്? രാമനെ കാട്ടിക്കും പറഞ്ഞയക്കണം, ഭരതനെ രാജാവായിട്ടും വാഴിക്കണം. അപ്പം രാജാവിന് ഇത് കേട്ടപ്പം പുതുമയായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. എന്താ കാരണം? എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഈ രാമനെ രാജാവായിട്ട് വാഴിക്കാൻ നിശ്ചയിച്ച സമയത്ത് 2 തവണ രാമനെ തൻ്റെ അടുത്തേക്ക് വരുത്തിയതായിട്ട് പറഞ്ഞു. ആദ്യത്തെ തവണ വരുത്തിയപ്പോൾ പറഞ്ഞതും കേട്ടു. 2ാമത്തെ തവണ വരുത്തിയപ്പോൾ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? പറഞ്ഞു, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭരതൻ ഇവിടെ ഇല്ലാത്ത സമയം കൂടിയില്ല, തന്നെയാണ് നല്ലത് കുട്ടിയെ എന്നൊക്കെ. നല്ല കുട്ടിയൊക്കെ തന്നെ ഭരതൻ, എന്നാലും മനുഷ്യൻ്റെ മനസ്സല്ലേ കുട്ടിയെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓർമ്മയിലില്ലേ? ശരി തന്നെയാണ്.
രാജാവ്. പിന്നെ വേറൊരു സംഗതിയും കൂടി അതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ട്. കേകയ രാജാവിനെ ക്ഷണിച്ചിട്ടുമില്ല. ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? രാജാവ് ദശരഥൻ എന്തോ ആദ്യമേ ഒരു ചെറിയ ശങ്ക ഉള്ളിലുണ്ട്. അത് എന്ന് തുടങ്ങിയ ശങ്കയാണ്? രാജ്യാഭിഷേകത്തിന് പുറപ്പെട്ടപ്പോൾ തുടങ്ങിയ ശങ്കയാണോ? അല്ല. എന്ന് 10-25 കൊല്ലം മുമ്പേ രാജാവ് ശങ്കിച്ചിട്ടുണ്ടോ തോന്നണോ? എന്താ കാരണം? പായസം ഭാഗം വെച്ചപ്പം കൈകൈക്ക് എത്രയാ കൊടുത്തത്? ഈ കൈകൈയെ കൊണ്ട നടക്കൽ നോക്കുമ്പം കൊടുക്കേണ്ടത് 3/4 ആർക്കായിരുന്നു? കൈകൈക്ക്. കാര്യമൊക്കെ ശരി, കൊണ്ടു നടക്കുമ്പോഴും പാർക്കും ബീച്ചിക്കും മാളിലേക്കും പോകുമ്പോഴും സാരി വാങ്ങുമ്പോഴൊക്കെ മുമ്പിൽ ആരെന്നെയായിരുന്നു? കൈകൈ ആണെങ്കിലും പായസം വിളമ്പുമ്പം മുമ്പിൽ ആരുണ്ടായില്ല? കൈകൈ ഉണ്ടായില്ല. അപ്പോൾ കൗസല്യായിരുന്നു മുമ്പിൽ. രണ്ടാമത് നമ്മുടെ സുമിത്രയും. അത് കഴിഞ്ഞിട്ടാണ് ഒരു സ്പൂണോണ്ടാണ് ആർക്ക് കൊടുത്തത്? മറ്റവർക്കൊക്കെ 3 ചട്ടകം, സുമിത്രയ്ക്ക് 6 ചട്ടകം, കൗസല്യയ്ക്കും അരച്ചട്ടകം. ഉരുളി ഇങ്ങനെ വടിച്ച് എന്ന് പറയുന്ന ഉരുളിയുണ്ട്, വടിച്ച് തുടച്ചിട്ട് വക്കൊക്കെ ആർക്ക് കൊടുത്തു എന്ന മാതിരിയല്ലേ കൊടുത്തത്. ഭാഗം വയ്ക്കണ കണക്കൊക്കെ പറയുമ്പോൾ ഭംഗിയിൽ പറഞ്ഞാലും നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ആ വടിച്ച് തുടച്ച ലേശല്ലേ കൊടുത്തുള്ളൂ. ശരിയല്ലേ? എന്തായിരിക്കാവോ? രാജാവ് അവിടെയും അനുചിന്യ നല്ലവണ്ണം ആലോചിച്ചിട്ട് ബാക്കി വന്ന ലേശം കൂടി ആർക്കെന്നെ കൊടുത്തു? സുമിത്രയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. ഈ സുമിത്ര രാജാവിൻ്റെ ചിന്തയിലോ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ സാഹചര്യത്തിലോ ധാരാളം വരാത്തോളും കൂടെ കൊണ്ടു നടക്കാത്തോളും. സുമിത്ര പണ്ട് കല്യാണം കഴിച്ച കാലത്ത് രാജാവിനൊന്ന് കണ്ടിട്ടുണ്ട്, പിന്നെ കഴിഞ്ഞ ഓണത്തിൻ്റെ ഒന്ന് കണ്ടിട്ടുണ്ട്, അതിന് മുമ്പ് കണ്ടതായിട്ട് അന്ന് ആലോചിച്ച് നോക്കണം പിന്നെ എപ്പോഴാണ് കണ്ടതെന്ന്. അങ്ങനെ കണ്ട ആളാണ് ആര്? സുമിത്ര. കൗസല്യ പിന്നെ ഏതാണ്ട് ഇടയ്ക്കൊക്കെ ഒപ്പിടാൻ പോകുമല്ലോ, എന്തിനും ചീട്ട് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ? പട്ടമഹേഷി ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അവരെയാണ് രാജാവ് പായസക്കാര്യത്തിൽ മുമ്പിൽ പിടിച്ചത്. ഈ ഇഷ്ടകാരിയെ പിമ്പില എന്തൊക്കെയോ നടക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞ് രാമൻ അച്ഛൻ്റെ കൂടെ വർത്തമാനം പറഞ്ഞ് രണ്ടാമത് വർത്തമാനം പറഞ്ഞ സമയത്ത് വേറെ ചിലടേക്ക് എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞു. നമ്മളൊന്നും ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്നപ്പോഴാണ് അത് പറഞ്ഞത്. അതെന്താണാവോ? കുറച്ച് കഴിഞ്ഞിട്ട് കേൾക്കാം. ഇങ്ങനെയും പറഞ്ഞു. ശരിയല്ലേ ഇത്? അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പം രാജാവ് മുഴുവനും അപ്രതീക്ഷിതാണെന്ന് പറയാൻ വയ്യ. രാജാവ് പ്രതീക്ഷിച്ചതാണെന്ന് തോന്നണത്. ഏത്? ഇതായിരിക്കുമോ രാജാവ് ചിലപ്പോൾ അന്ന് പേടിച്ചത്? നമ്മൾ പറഞ്ഞില്ലേ രാജാവിന് എന്തോ ഒരു പേടി, ഒരു വെപ്രാളം, ചെറിയ അസ്ക്യത ഉണ്ടെന്ന്. എന്തായാലും ചെറിയൊരു ചിന്ത വന്നത് മനസ്സിലായില്ലേ? രാജാവ് എന്താ ചെയ്തു വെച്ചാൽ ഇത് കേട്ട ആ ബോധം കെട്ട് വീണ രാജാവിന് ബോധം കെട്ട് തെളിഞ്ഞ് മിന്നി പ്രകാശിച്ചു വന്നപ്പോൾ രാജാവ് പറഞ്ഞു, നൃശംസേ ദുഷ്ടചാരിത്രേ കുലസ്യാസ്യ വിനാശിനി കിം കൃതം തവ രാമേണ പാപേ പാപം മയാപിവാൻ ചോദിച്ചു. നൃശംസ. ആദ്യമായിട്ടാണ് രാജാവ് ഇങ്ങനെ ചില പദങ്ങളൊക്കെ ആരുടെ നേരെ പ്രയോഗിക്കുന്നത്? കൈകൈയുടെ നേരെ. നൃശംസ എന്ന് പറഞ്ഞാൽ ക്രൂരമായ പ്രവൃത്തി ചെയ്യണമെന്നർത്ഥം, ദുഷ്ട എന്നർത്ഥം. ക്രൂര പ്രവൃത്തി പറയില്ല. നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ഒരു സാമാന്യ യുക്തി കൊണ്ടൊന്നും ചെയ്യാൻ വയ്യ, ചെയ്യാൻ തോന്നില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് വെച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടി കാണിക്കാത്തോളേൻ എന്ത് പറയുക? നൃശംസ പറഞ്ഞു. നൃശംസേ ദുഷ്ടചാരിത്രേ. ദുഷ്ടചാരിത്ര എൻ്റെ സമ്പ്രദായം തന്നെ ദുഷ്ടത്തരാണ്. മാത്രമല്ല കുലസ്യാസ്യ വിനാശിനി, ഈ വംശത്തിൻ്റെ നാശത്തിനായിട്ട് വന്നോളെ. കിം കൃതം തവ രാമേണ, രാമൻ എന്തെന്നെ എൻ്റെ നേരെ ദുഷ്ടത കാണിച്ചത്? പാപേച്ചൽ ദുഷ്ടസമ്പ്രദായക്കാരി. പാപം മയാപി, ഞാൻ എന്തെങ്കിലും ദുഷ്ടത നിന്നോട് കാണിച്ചോ? ആ രാമൻ എന്തെങ്കിലും നിന്നോട് കാണിച്ചോ ദുഷ്ടത? എന്തിനു നീ ഈ വിധത്തിൽ പാപം പ്രവർത്തിക്കണോ? ദുഷ്ടേ നൃശംസേ ചോദിച്ചു. കുറേ പറഞ്ഞു. എന്നിട്ട് പറയുന്നത്, ത്വമയാ ആത്മവിനാശാർത്ഥം ഭവനം സ്വം പ്രവേശിത, ഈ വംശത്തിൻ്റെ നാശത്തിനാണ് ഞാൻ തന്നെ എൻ്റെ കുടുംബത്തേക്ക് കൊണ്ടുവന്നത് എന്നും പറഞ്ഞു. ആരും ഈ വംശത്തെ നശിപ്പിക്കാനാണോ തോന്നണോ എന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്? അവിജ്ഞാനാൽ, അതല്ലേ നൃപസുത വ്യാളീ തീക്ഷ്ണവിഷായഥ. നോക്കൂ, പാമ്പിനെ പിടിച്ചിട്ട് കട്ടിലിൻ്റെ അടിയിൽ വെച്ച മാതിരിയായില്ലോ അപ്പം എന്നെ പിടിച്ച് കൊണ്ടുവന്നത് എന്ന്. പാമ്പിനെ കൊണ്ടുവന്ന് കട്ടിലിൻ്റെ അടിയിൽ വെച്ചാൽ എന്തുണ്ടാവും? പേടിക്കാണ്ട് കിടക്ക ഒരാളാവും. ഒറ്റയ്ക്കായി എന്നുള്ളൊരു തോന്നലും പോവും ഇല്ലേ? ലോൺലിനെസ്സൊക്കെ പോയി കിട്ടും ആരുണ്ടാവുമ്പം. പാമ്പുണ്ടെങ്കിൽ നമുക്ക് പേടി ഉണ്ടാവില്ല. എന്താ കാരണം? ഉറക്കം വരില്ല. അപ്പം നമ്മൾ നാമം ചെല്ലും. അടുത്ത വീട്ടിലെ കണ്ടാമിണ്ടാത്ത നാരായണനെയൊക്കെ ഫോണിൽ വിളിക്കും. എന്തിന്? പിന്നെ എല്ലാവരും നാട്ടുകാരൊക്കെ നമ്മൾ മുറ്റത്ത് ഇങ്ങനെ ചൂട്ടും പന്തൊക്കെ ആയിട്ട് നടക്കുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവുമോ? ആകെ കൂടി ഒരു ഉത്സവ പ്രതീതി ഉണ്ടാവും.
ശരിയല്ലേ? പാമ്പിനെ കൊണ്ടുവന്ന് കട്ടിൽ നിന്നെപ്പോലെ ഒരു ദുഷ്ട സമ്പ്രദായത്തെ കൊണ്ടുവന്ന് കുടുംബത്തെ സ്ഥാപിച്ചു വംശത്തെ നശിപ്പിക്കാനായിട്ട്. ഹോ കഷ്ടം. എങ്ങനെ രാജാവ് കുറേ അങ്ങോട്ട് പറഞ്ഞ് കൗസല്യം വാ സുമിത്രം വാ ത്യജേയമഭിവാശ്രിയം ജീവിതം വാ മനോരാമം നത്വേവ പിതൃവത്സരം. എന്താ അല്ലേ, എന്ത് വേണമെങ്കിലും എനിക്ക് ഉപേക്ഷിക്കാനൊരു മടിയില്ല. എൻ്റെ രാമനെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ഞാനിത് സഹിക്കും? ദുഷ്ടേ നീ പറഞ്ഞത് എന്തൊരു കഷ്ടാണേ ഭാബി മഹാഭാബി എന്നൊക്കെ പറഞ്ഞ് രാജാവ് നെഞ്ചത്തടിക്കുക, നിലവിളിക്കുക. ഒരു വലിയ രാജ്യത്തിൻ്റെ രാജാവാണ് ഒരു സ്ത്രീയുടെ മുമ്പിലിരുന്ന്. നമ്മൾ ആ ആദ്യ സർഗത്തിലെ അയോധ്യ വർണ്ണിച്ച് ദശരഥനെ വർണ്ണിച്ച സമയത്ത് വർണ്ണിച്ച വർണ്ണനെന്ന് സ്മരിക്കും. ആ രാജാവാണ് ഇപ്പോൾ ഇവിടെ. അതും അന്നത്തേനേക്കാളും പ്രായമൊക്കെ ആയി. 10-75 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഒരു കുറച്ച് പ്രായമായിട്ടുള്ളൊരു ബഹുമാനിക്കേണ്ട പ്രായമെന്ന് നമ്മൾ നിന്ദിച്ച് അപമാനിച്ച് കഷ്ടത്തിലാക്കാനൊന്നും പാടില്ലാത്തൊരു കാലം കൂടിയാണ്. ചെറുപ്പത്തിലൊക്കെ ഇത്തിരിയൊക്കെ ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് ശരീരം പ്രാപ്തിയും കഥയൊക്കെ നിൽക്കൊണ്ടുള്ളൊരു സൗകര്യമുണ്ട്. കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ പരിഗണന കൂടുതൽ കൊടുക്കേണ്ട കാലമാണ്. എന്നല്ലേ നമ്മൾ കൂടുതൽ പരിഗണന കൊടുക്കുക. നമ്മളൊരു 10-25 വയസ്സുള്ള ചെറുപ്പക്കാരനെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കും പോലെ 10-65-75 വയസ്സിൽ കാരണവർ എന്തെങ്കിലും കാര്യത്തിന് പറഞ്ഞയക്കും നമ്മൾ ശ്രദ്ധിക്കില്ലേ? കാരണവർ നോക്കണേ, മുത്തശ്ശനെ നോക്കണട്ടോ, നോക്കണേ, ചിലപ്പോൾ കണ്ണോ തട്ടിയിട്ട് വയയുടെ ഒഴിയിൽ പോകുന്നു കാണില്ല, നോക്കണേ എന്നൊക്കെ പറയില്ലേ? 25 വയസ്സുള്ളവനെ കുറിച്ച് അങ്ങനെ പറയൂ? അതിന് ഏത് പാമ്പിൻ്റെ തലയിൽ കൂടിയും പോകും കാര്യമില്ലേ? അപ്പം ആ പരിഗണന വേണ്ട കാലത്താണ് ഇപ്പം അദ്ദേഹത്തിന് ഈ ഒരു നിന്ദയും അവഗണനയും അല്ലെങ്കിൽ ഒരു ബഹുമാനല്യയും പുച്ഛവും പരിഹാസവും ഒക്കെ ഉണ്ടാവണത്. എന്താ അല്ലേ, രാജാവ് വല്ലാതെ വിഷമിച്ചു, കഷ്ടത്തിലായി, നിലവിളിച്ച് കരയുകയാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ രാജാവ് ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം പിന്നീട് രാജാവ് എന്തേ പറഞ്ഞു നിശ്ചണ്ടോ? രാജാവ് പറയണേ, അല്ല കൈകയ്യെ, നീ തമാശ പറയുകയാണോ? എനിക്ക് സംശയമുണ്ട്. കൈകൈ ആണെങ്കിൽ ഇതൊക്കെ രാജാവ് നൃശംസേ പാപി പാപാശീലേ എന്നൊക്കെ പറയുമ്പോഴൊന്നും കൈകൈ ഇങ്ങനെ ഉറപ്പുണ്ടല്ലോ. അങ്ങനെയൊക്കെ രാജാവ് പറയുമ്പോൾ വേണ്ടല്ലേ, അവൾ പറഞ്ഞത് കേട്ട് വേണ്ട പാവ രാജാവ് എന്നാർക്ക് തോന്നണില്ല. കൈകൈക്ക് തോന്നണില്ലേ? രാജാവ് ഇത്രയൊക്കെ പറയും. നമുക്ക് അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുമ്പോൾ ലേശമൊക്കെ എവിടെയെങ്കിലും ഒരു ഒത്തിരിയൊക്കെ തോന്നില്ല, എന്തെങ്കിലും ഒന്നും തോന്നണില്ലേ? അങ്ങനെ ഒരു ഉറച്ച ബുദ്ധിയോട് കൂടിയിട്ട് എന്തിനും തയ്യാറായിട്ടിരിക്കണ കൈകേയി. അപ്പോൾ രാജാവ് ചോദിക്കുക, കൈകേയി അനക്കല്ലാണ്ട് സ്തംഭിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ രാജാവ് ചോദിച്ചു, അഥാ ഞാൻ ചോദിക്കണേ, ജിജ്ഞാസസേ മം ത്വം ഭരതസ്യ പ്രിയ നിനക്ക് തോന്നണോ എനിക്ക് ഭരതനോട് സ്നേഹം ഉണ്ടോന്ന് അറിയാൻ നീയെ പരീക്ഷിക്കാണ് അല്ലേ? ആരോടും നീ എന്നെ പരീക്ഷിക്കല്ലേ കൈകൈ? എനിക്കറിയില്ല നിന്നെ, നീ എന്നോട് അങ്ങനെയൊന്നും പെരുമാറില്ല എന്നറിയില്ല, നീ പരീക്ഷിക്കോ? എനിക്ക് ഭരതനൊക്കെ മിടുക്കാൻ തന്നെ. അസ്തോ, അങ്ങനെ തന്നെയല്ലേ നീ ഉദ്ദേശിച്ചത്? യത്തത്വയാപൂർവം വ്യാഹൃതാരാഘവം ഇല്ലച്ച, നീ രാമനെ കുറിച്ചൊക്കെ മുമ്പ് എന്നോട് പറഞ്ഞ വർത്തമാനം എനിക്ക് ഇഷ്ടമുണ്ട്. എന്നോടേ രാമകുമാരനോളം വല്ലാത്തൊരു ഓളായിപ്പോയി അതില്ലേ എന്ന് പറഞ്ഞ വാക്കൊക്കെ എനിക്ക് ഓർമ്മയില്ലേ? ഇപ്പം രാമനൊക്കെ എനിക്ക് വലിയ കാര്യമാണ്. എന്നിട്ട് പിന്നെ നീ എനിക്ക് ഭരതനോട് എനിക്ക് വലിയ പ്രിയമുണ്ടോ, എന്താ എൻ്റെ കഥ എന്ന് അറിയാനായിട്ട് പരീക്ഷിക്കല്ലേ കുട്ടിയെ കൈകേയി? ആര് ചോദിച്ചു? പാവൻ രാജാവ് ചോദിക്കണേ. അപ്പോഴൊന്നും കൈകേയി മിണ്ടണില്ല, മിണ്ടാതിരിക്കണ കൈകേയി. ഒടുക്കം കൈകേയി പറഞ്ഞു, രാജാവിനോട് പറഞ്ഞു, രാജാവേ നേരെ ഇരിക്കൂ രാജാവേ, കാര്യം പറഞ്ഞാൽ അങ്ങേക്ക് മനസ്സിലാവില്ലേ? അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ രാമൻ കാട്ടിക്ക് പോട്ടെ, 14 കൊല്ലം ഭരതൻ രാജാവട്ടെ എന്ന്, അതന്നെ എൻ്റെ കാര്യം. എന്താ അങ്ങേക്ക് അത്ര സംശയം? ആര് ചോദിച്ചു? എന്താല്ലേ തീക്ഷ്ണ ഭാഷ. ഹൈ രാജാവ് എന്നിട്ട് തൊഴുതിട്ട് പറഞ്ഞു, മമ വൃദ്ധസ്യ കൈകേയി ഗതാന്തസ്യ തപസ്സിന ദീനം ലാലപ്യമാനസ്യ കാരുണ്യം കർത്തുമർഹസി. വല്ലാത്ത ജാതി വർത്തമാനമായിപ്പോയത്. രാജാവിൻ്റെ വർത്തമാനം കേൾക്കാണ്ട പോകരുത്. രാജാവ് കൈകൈയുടെ മുമ്പിൽ തൊഴുത് കുമ്പിട്ടിട്ട് പറയണേ, മമ വൃദ്ധസ്യ, വയസ്സനാണ് ഞാൻ. ഇങ്ങനെ ഒരു വയസ്സൻ മുമ്പിൽ വന്ന് കുമ്പിട്ട് കൈ കൂപ്പി തൊഴുതിട്ട് നോക്കൂ, കൈകൈ ഗതാന്തസ്യ എന്നാ ഇപ്പം മരിക്കാന്നറിയില്ല, മരിക്കാറായ വയസ്സായി ആളാണ് ഞാൻ. തപസ്സിന, ഇത്ര കാലമായിട്ട് ഇങ്ങനെ ശുഷ്കിച്ച് ഇങ്ങനെ ശരീരം മനസ്സ് ഉഷ്ണിച്ച് കഴിച്ചു കൂട്ടിയ എന്നെ, ദീനം ലാലപ്യ മനസ്യ, ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചിരിക്കണ എന്നെ നീ എങ്ങനെ കാരുണ്യം കർത്തുമർഹസി, ഒരു ലേശം കരുണ കാണിച്ചൂടെ കൈകയ്യെന്ന് എനിക്ക് എന്നോട്? അയ്യെന്തല്ലേ രാജാവ് ചോദിക്കണത്? പാവം കഷ്ടായിപ്പോയി. അതുണ്ടായത് പൃഥിവ്യാം സാഗരാന്തായാം യത്കിഞ്ചിത് അധിഗമ്യത, ഭൂമിയിലെ സമുദ്രപര്യന്തയായ ഭൂമിയിൽ എന്താ നിനക്ക് വേണ്ടു വെച്ചാൽ തൽസർവം ദാസ്യാമി, എല്ലാം ഞാൻ നിനക്ക് തരാം. സമുദ്രം വരെയുള്ള ഭൂമിയിൽ കിടക്കണ എന്താണല്ലോ ഉഷ ഞാൻ നിനക്ക് തരാം. മാച്ചത്വം മഞ്ഞുരാവിശ, നീ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടരുത്.
കാര്യം പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് കഷ്ടത്തിലാക്കരുത്. അഞ്ജലിം കുർമി. അയ്യോ, അഞ്ജലിം കുർമി ചേർത്തെന്താ? കയ്യെ കൂപ്പി തൊഴുക കുട്ടിയെ ഞാൻ എന്നോട്. കൈകേയി പാദൗചാപി സ്പൃശാമി തേ. നീ ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല കേട്ടോ. എൻ്റെ കാല് ഞാൻ പിടിക്കുക. ആര്? ഒരു രാജാവ് ഒരു സ്ത്രീയുടെ കാല് പിടിക്കാന്നൊക്കെയാ പറയുന്നത്. എന്ത് കാര്യത്തിന് ഇല്ലേ? പാദൗചാമി സ്പൃശാമി തേ ശരണം ഭവ രാമസ്യ മാ അധർമ്മോ മാമിഹ. അതാണ് എന്തിട്ടാവരുത്, നീ എനിക്ക് ശരണം തരണം. വിക്കാശ എന്താ രാജാവ് ഇങ്ങനെ ഗതികെട്ട് വർത്തമാനം പറയാൻ കാരണം എന്നറിയോ? കൈകേയിക്ക് വാക്ക് കൊടുത്തുപോയി. എന്ത്? നീ എന്താ പറയണു പക്ഷെ അത് ഞാൻ തരാമെന്ന്. അപ്പോൾ കൈകേയി ചോദിച്ച വരം എന്താണ്? രാമൻകാട്ടിക്ക് പോകണം, ഭരതൻ രാജാവാണ്. 2 വരം ചോദിച്ചില്ലേ, ഇനിയിപ്പോൾ അത് കൊടുക്കണ്ടേ? അപ്പോൾ അത് വാക്കാണ്, സത്യസന്ധത. അന്ന് വരം കൊടുത്തു എന്നുള്ളത് അതവിടെ കിടക്കട്ടെ. അതിപ്പം കുറച്ച് കാലം കഴിഞ്ഞില്ലേ. ഇപ്പം അത് വീണ്ടും പൊടി തട്ടിയെടുത്തിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അതെന്ത് ചെയ്തിരിക്കണു? ഉറപ്പിച്ചിരിക്കണു. ആര്? കൈകേയി. രാജാവിന് ഇനി ഇതിന്നൊരു വീട്ടിൽ കിട്ടണമെങ്കിൽ രാജാവിന് എവിടെ നിന്ന് കിട്ടണം? കൈകേയിയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടണം. സത്യം പറഞ്ഞത്, സത്യപ്രതിജ്ഞ ചെയ്തത് ആരുടെ മുമ്പിലാണ്? നമ്മളിപ്പോൾ ഒരാളോട് അങ്ങേക്ക് 5000 ഉറുപ്പിക ഞാൻ മറ്റന്നാൾ തരാമെന്ന് സത്യം നമ്മൾ സത്യം ചെയ്താൽ ഇനി നമ്മൾ എന്ത് ചെയ്തോളണം? മര്യാദക്കാരാണെങ്കിൽ സത്യം അനുഷ്ഠിച്ച് കാശ് കൊടുത്തോളണം. പിന്നെ ഈ സത്യത്തിൽ നിന്ന് നമുക്കൊന്ന് മാറി നിൽക്കാനൊരു സൗകര്യമുണ്ട്. അതാര് വിചാരിക്കണം? കാശ് കിട്ടേണ്ട ആളെ വിചാരിക്കണം. അദ്ദേഹം പറയണം അങ്ങയുടെ കാശ് എനിക്ക് കിട്ടിയതായിട്ട് ബോധ്യമായി, അങ്ങനെ ഇത് തരണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ സത്യം തെറ്റൂല്ല, നമ്മുടെ സത്യം തെറ്റില്ല, നമുക്ക് ബുദ്ധിമുട്ടുമില്ല, കാശ് കൊടുക്കേണ്ട ബാധ്യതയും ഇല്ല. അപ്പം ഇവിടുന്ന് കിട്ടണം. നീ ഇപ്പോൾ കൈകേയി പറയണം, നീ രാജാവേ സാരല്ലേ രാജാവ് ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു എന്നല്ലോ, രാജാവ് എണീറ്റ് വെള്ളം കുടിക്കുകയോ നേരെ ഇരിക്കുകയോ മുഖം തുറയ്ക്കുകയോ എന്ന് പറഞ്ഞാൽ മതി. അത് പറയണില്ല ആര്? കൈകേയിയുടെ അടുത്ത് അഞ്ജലിം കുർമി, കൈ കൂപ്പി തൊഴാം, പാദൗചാപി സ്മിശാമി, പാദം കാല് ഞാൻ പിടിക്കാം, ശരണം ഭവ എനിക്ക് ശരണം തരണം, രാമസ്യ എൻ്റെ രാമന് നീ ശരണം തരണം, കാട്ടിക്ക് പറഞ്ഞേക്കരുതെന്ന്. രാമനും ശരണം തരണം. ചാർസന്താ രാമനെ കാട്ടിക്ക് അയക്കാനുള്ള വഴി ഉണ്ടാക്കരുതേ എന്ന് പറഞ്ഞ് തൊഴുതു. അപ്പം ഇതൊക്കെ പറയുമ്പോഴും രാജാവ് എങ്ങനെ പറഞ്ഞ് നിലവിളിക്കുക എന്നല്ലാതെ കൈകേയി രാജാവിൻ്റെ നേരെ ലെവലേശം ഇല്ല. ചെന്ന് ആലോചിക്കുക, എത്ര കാലം എന്ത് കാമഭാവം തന്നെ ആയിക്കോട്ടെ, എത്ര കാലം ലാളിച്ച് കൊണ്ട് നടന്നതായി കൈകേയി. ഇല്ല എന്തൊരു കഷ്ടമല്ലേ കാണിക്കണത്. എന്ത് തന്നെ സൗന്ദര്യം കണ്ടിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ, എന്നാലും കൂടെ ഇത്രയും കാലം നല്ല വർത്തമാനം പറഞ്ഞ് മറ്റുള്ള ഭാര്യമാർക്ക് കൊടുക്കാത്ത പരിഗണന കൊടുത്ത് കൊണ്ട് നടന്നോള് എന്നുള്ള നിലയ്ക്ക് മറ്റുള്ളവരെക്കാളും കുറച്ചും കൂടി രാജാവിനെ പരിഗണിക്കേണ്ട ആളാരാണ് വാസ്തവത്തിൽ? കൈകേയിയല്ലേ. ഇനി മറ്റുള്ളമാർ രാജാവിനോട് ഇങ്ങനെ പെരുമാറിയാലും പറയാനൊന്നുമില്ല, അവരോട് അങ്ങനെയല്ലേ രാജാവ് അവഗണനയല്ലേ കാണിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് നിന്ന് പറയാനുള്ള യുക്തി ഉണ്ട്. ഇവിടെ അത് ഇല്ല. ഇല്ലെങ്കിലും വല്ലാതെ സ്നേഹിച്ച ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഈ ജാതി സമ്പ്രദായം ഉണ്ടാകുമ്പോൾ വല്ലാതെ നമുക്ക് അസഹ്യമായിട്ട് തോന്നും. വല്ലാതെ ബന്ധമുള്ള കൂട്ടർ നമ്മളെ എന്തെങ്കിലുമൊക്കെ നിന്ദിക്കുമ്പോൾ വല്ലാതെ ദുഃഖം തോന്നില്ലേ? അത്ര നമുക്ക് പരിചയമില്ലാത്തവരെന്തെങ്കിലും ഇപ്പോൾ ബസ്സിൽ കയറിയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എന്തല്ലാണ്ട് പറഞ്ഞാൽ നമുക്കൊന്നും തോന്നില്ല. എന്താ കാരണം? അയാൾക്ക് നമ്മളെ അറിയില്ല, നമുക്ക് അയാളെ അറിയില്ല, അയാൾ ആളറിയാണ്ട് എന്തോ പറഞ്ഞു എന്ന് തോന്നുകൊണ്ട് ഒന്നുകൊണ്ട് ആളറിഞ്ഞ് മനസ്സിലാക്കി കൂടെ നടക്കണവരിതൊക്കെ പറയുമ്പോൾ അത് ഉള്ളിൽ അവിടെ കിടക്കും. അതുതന്നെയാണ് രാജാവിൻ്റെ ബുദ്ധിമുട്ട്. രാജാവ് താണ് വീണ് കേണ് നമസ്കരിക്കുകയാണ്, ഒന്നുമില്ല, ഒരു മാറ്റവും ഇല്ല. എന്നിട്ട് പറയുകയാണ്, രാജാവ് ഈ വിധത്തിൽ കരഞ്ഞ് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കൈകേയി പറഞ്ഞു, രാജാവേ അങ്ങ് സത്യം ചെയ്തതാ, സത്യം അങ്ങ് തെറ്റിക്കാൻ പുറപ്പെടണം നല്ല സമ്പ്രദായമല്ല. അതെന്തോ വേണ്ടോ? സത്യം ധർമ്മം പരിത്യജ്യ രാമം രാജ്യേഭിഷേച്യ സഹ കൗസല്യയാ നിത്യം രന്തുമിച്ഛസി. അതല്ലേ ഉണ്ടായത്? നീ എന്ത് മനസ്സിലാക്കിയിട്ടാണ്? ഞാൻ പറയുകയാണ്, സത്യത്തെയും ധർമ്മത്തെയും ഉപേക്ഷിച്ച് രാമനെ രാജാവായി വാഴിച്ച കൗസല്യയുടെ കൂടെ സന്തോഷമായിട്ട് വാഴാനാണ് അങ്ങ് കണക്കാക്കണതെന്നുണ്ടെങ്കിൽ നടക്കില്ല രാജാവേ. ആര് പറഞ്ഞു? കൈകേയി പറഞ്ഞു, അങ്ങ് എനിക്ക് തന്ന വരം, ആ വരം ധർമ്മത്തിൻ്റേതാണ്, അത് സത്യത്തിൻ്റേതാണ്. അതങ്ങ് തെറ്റിച്ചാൽ അങ്ങക്ക് അതിൻ്റെ ഫലം ഉണ്ടാവും. അങ്ങ് രാമനെ അഭിഷേകം ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അഹം ഹി വിഷമദ്ദൈവ പീത്വാ ബഹുതവാഗ്രത പശ്യതസ്തേ മരിഷ്യാമി രാമോ യതി അതല്ലേ അഭിഷിച്യതേ. എന്ത് ചെയ്യും ഞാൻ? അങ്ങ് രാമനെ രാജാവായിട്ട് വാഴിക്കുകയാണെങ്കിൽ വിഷം കഴിച്ച് ഞാൻ അദ്യൈവ, അടുത്ത ആഴ്ചയല്ല ഇന്ന് തന്നെ എന്ത് ചെയ്യും? വിഷം കഴിച്ച് മരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പശ്യതസ്തേ മരിഷ്യാമി, അങ്ങയുടെ മുമ്പിൽ കിടന്ന് ഞാൻ മരിക്കുന്നും പറഞ്ഞു. അമ്പോ തന്നുകൊണ്ട് ഈ പരിപാടിയൊക്കെ ഏത് പരിപാടി? വേഷത്തിൻ്റെയൊക്കെ പരിപാടി അന്നുണ്ട്, പുതിയതൊന്നും അല്ല, നമ്മളൊക്കെ പൊടി തട്ടിയിട്ട് എടുത്തതാണ്. ഇപ്പം വീണ്ടും അങ്ങയുടെ മുമ്പിൽ ഞാൻ വിഷം കഴിച്ച് മരിക്കൂ, ആത്മഹത്യ ചെയ്യുന്നു. എന്തല്ലേ കഥ! രാജാവ് ഇപ്പം ചെകുത്താൻ്റെയും
പിശാചിൻ്റെയാ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും 2 ദുരിതത്തിൻ്റെ നടക്കുക. അത് നമ്മളങ്ങനെ പറയില്ല, ഈ വറച്ചട്ടിന്ന് എരിതിയിലേക്ക്, എരിതിന്ന് വറച്ചട്ടിയിലേക്ക്, രണ്ടിലും നല്ല സുഖമാണല്ലേ. അതായത് വളഞ്ഞു പിടിക്കുക എന്ന് പറയില്ലേ നമ്മൾ, അങ്ങനെയുണ്ടല്ലോ. ഒരു ദിക്കിക്ക് രക്ഷയില്ലാത്ത മട്ടിലായിട്ട് പിടിച്ചു അതുകൊണ്ട് ഭരതനെ ഇന്നെ അങ്ങ് വാഴിച്ചോളൂ, അതാവും നന്നാവുക എന്നുണ്ടാവും. നോക്കൂ, പിന്നെയും രാജാവ് ഈ ജാതി വർത്തമാനമൊക്കെ കേൾക്കുമ്പോഴും പറയണം, രാമനെ കാട്ടിക്ക് പറഞ്ഞയക്കണ കാര്യം നീ ഇങ്ങനെ പറയരുത് കുട്ടിയെ. ഈ രാമനെ ഇനി ഭരതൻ രാജാവണമെന്ന് ഇത്രയ്ക്ക് വിഷമം തോന്നുന്നില്ല രാജാവിന്. പക്ഷേ രാമൻ കാട്ടിക്ക് പോകേണ്ടവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. രാജാവിന് അത് വലിയ അസഹ്യമായിട്ടാണ് തോന്നുന്നത്. രണ്ടടിയും കൂടി കിട്ടിയപ്പോഴാണ് വയ്യാൻ്റെ കൈകൈ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ആ രാജാവ് അറിയാതെ കുറച്ച് സത്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പോയി. എന്ത് രാജാവ് പറഞ്ഞ സത്യം എന്താണെന്നറിയൂ? രാജാവ് ഇങ്ങനെ ചിന്തിച്ചു പറയുകയും ചെയ്തു, എൻ്റെ കൈകൈയെ നിന്നോട് ഞാൻ എന്താ പറയാനാ? കിമ്മാം ഭക്ഷിതി കൗസല്യ, കൗസല്യ എന്താ എന്നോട് പറയുക? അതൊക്കെ ഞാൻ അങ്ങനെ ചെയ്താൽ കൗസല്യ എന്ത് നിരീക്കും? അതല്ലേ ഏതാ ഞാൻ എന്താ ഇപ്പം പറയുക? യഥാഹി കൗസല്യ ദാസീ വച്ച സഖീ വച്ച ഭാര്യാവൽ ഭഗിനീ വച്ച മാതൃവച്ചോപതിഷ്ഠതി. ഇപ്പോൾ ആ രാജാവിന് ബോധ്യാവുണ്ട് അതൊക്കെ. എന്ത് ആ കൗസല്യ എൻ്റെ കൂടെ നടന്നത് ആലോചിക്കുമ്പോഴേ യഥാഹി എപ്പോഴും ആ കൗസല്യ എങ്ങനെയാണെന്ന് അറിയോ? ദാസീ വച്ച, ഒരു ദാസിയെ പോലെ. രാജാവേ വെച്ച് വെള്ള വേണ്ട, കുറച്ച് കുടിച്ചോളൂ, വേണ്ടെന്ന്. ദാസിയെ പോലെ എന്ത് പറഞ്ഞാലും തിരിച്ച് പറയാത്ത മട്ടിൽ. ദാസി എങ്ങനെയാണല്ലോ, ഒന്നും പറയില്ലല്ലോ. ദാസീ വച്ച സഖീവ, നല്ല ഇടയ്ക്ക് സുഹൃത്തിനെ പോലെ കൂടെ നിൽക്കും. അത്രയ്ക്ക് സുഹൃത്തിൻ്റെ മാതിരിയൊക്കെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഭാര്യാവത്, ഭാര്യയെ പോലെ ധർമ്മിഷ്ഠയായിട്ട് കൊട്ടാരത്തിലൊക്കെ കാര്യങ്ങൾക്കൊക്കെ എൻ്റെ ഒപ്പം നിന്നോളാണ് ആര്? കൗസല്യേ. ഭഗിനീ വച്ച, ഇടയ്ക്കൊക്കെ തോന്നിയിട്ടുണ്ട് എൻ്റെ ഒപ്പളാണോന്ന്. എന്താ കഷ്ടമായിട്ടൊക്കെ വരുമ്പോഴേ ഭഗിനീ വച്ച, വലിയ ഓപ്പോളുടെ മാതിരി ഒരു വലിയ ആശ്രയമൊക്കെ ആയിരുന്നു. കഷ്ടത്തിലായി വിഷമിച്ച് ബുദ്ധി ക്ലേശിച്ച് വരുമ്പോഴൊക്കെ കൗസല്യയുടെ ആ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ, അതൊരു വലിയ ഓപ്പളമാരുടെയൊക്കെ മാതിരിയുള്ളൊരു സാന്നിധ്യമായിരുന്നു. അങ്ങനെ എന്നെ കൊണ്ട് നടന്നോളാം അവള്. മാതൃവച്ച, ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ട് അമ്മയാണോ അവളെന്ന്. ആര് എന്തൊക്കെ രീതിയിലാണ് എന്നെ, അല്ലാതെ വെറുതെ ഒരു കാമുകിയായിട്ട് നടന്നോളല്ല ആര്? കൗസല്യ. എങ്ങനെയാ വേണ്ട വെച്ചാൽ വേണ്ട സമയത്ത് സഹോദരിയായിട്ടും ഭാര്യയായിട്ടും അല്ലെ സുഹൃത്തായിട്ടും അമ്മയായിട്ടും മേടത്തിയായിട്ടും ഒക്കെ എന്നെ ശുശ്രൂഷിച്ചോളൂ ആ കൗസല്യ. എന്നിട്ടോ സതതം പ്രിയ കാമമേ പ്രിയപുത്ര പ്രിയം വദാമയാ സൽകൃതാ ദേവി സൽക്കാരാർഹ. എൻ്റെ ഉണ്ണി, മൂത്ത ഉണ്ണി, എൻ്റെ പ്രിയപ്പെട്ട രാമനുണ്ണിയെ പ്രസവിച്ച ആ കൗസല്യേന്ന് എന്നെ ഞാൻ കണക്കാക്കിയില്ലല്ലോ. ഞാൻ ഈ പാമ്പിനെയല്ലേ ഞാൻ കൊണ്ട് നടന്നത്, വിഷപ്പാമ്പിനെയല്ലേ എന്നും പറഞ്ഞ ആരും നിലവിളിച്ചു. രാജാവിന് ഇപ്പോഴാണ് തോന്നണത്, രാജാവിന് അറിയാം ഇതൊക്കെ കൗസല്യോട് ചെയ്തിട്ടുണ്ടെന്ന്. കൗസല്യ തന്നോട് ഈ മട്ടിലൊക്കെ നിന്നിട്ടുണ്ടെന്നും രാജാവിന് അറിയാലോ. എന്നിട്ടും രാജാവ് കൗസല്യ അവഗണിക്കല്ലേ ചെയ്തത്. ചിലത് അങ്ങനെയാണ്. നമുക്കറിയാം നമ്മളെ സ്നേഹിക്കണവരൊക്കെ ഉണ്ടെന്ന്. പക്ഷെ നമ്മളെ സ്നേഹിക്കണവരെ നമ്മൾ എന്ത് ചെയ്യില്ല, തിരിഞ്ഞു നോക്കില്ല. എന്നിട്ട് നമ്മൾ പറക്കണേനെ പിടിക്കാൻ മനസ്സിലായില്ല അല്ലേ? നമ്മളെത്രയോ പേരെ അച്ഛൻ സ്നേഹിക്കണോ, അമ്മ സ്നേഹിക്കണോ, ഭാര്യ നമ്മളെ പാവം നിന്നും നടന്ന് ഇരുന്നും എന്തൊക്കെ തരത്തിലാ പാവം കഷ്ടത്തിലായിട്ട് നമ്മളെ കൊണ്ടാടുന്നത് അല്ലേ? കുടുംബത്തിലുള്ളവരൊക്കെ എത്ര. പക്ഷെ നമുക്ക് അവരോട് മിണ്ടാൻ നേരല്ലേ, ഒന്നും എന്നാൽ നമുക്ക് നമ്മുടെ മറ്റേ ആളോട് മുഖത്ത് നോക്കിയാലേ ഈ പോണതും പറഞ്ഞതും മനസ്സിലാവുള്ളൂ. ഇത് രസമല്ലേ? ഭാര്യ വിളിച്ചോ, ഒന്നും അങ്ങോട്ട് നിൽക്കണേ, ഈ ശല്യാണ് ഇത്. ഏത് അടുപ്പത്തുനിന്ന് അരിയുടെ ചെമ്പ് ഇറക്കാൻ പറ്റണില്ലേ, അത് ചെരിച്ചാൽ ഈ ദേഹത്തേക്ക് വീഴും, ഒന്ന് പിടിച്ചു തരോ വക്ക് എന്നാ ചോദിച്ചത്. ഈ ശല്യാണെന്ന് ഇവിടെ തോണ്ട സമയം വെറു ശല്യം. അത് ഏത് ആലോചിച്ച് നോക്കൂ. തോണ്ടിയവള് നാളെ നേരം കിട്ടിയാൽ വേറെ ആരുടെയും കൂടെ തോണ്ടാൻ പോവും. അത് പിന്നെ അങ്ങനെ നിർബന്ധ തോണ്ടലൊന്നുമില്ല. ആരാച്ചാ തഞ്ചതാരം നോക്കി അതാത് നേരത്തെ ഉച്ചയ്ക്ക് 2:30 തോണ്ടണ ആളുണ്ട്, 8:15 തോണ്ടണ ആളുണ്ട്, 7:45 തോണ്ടണവരുണ്ട്. അങ്ങനെ ടൈം ടേബിൾ വെച്ച് തോണ്ടണ ആളാണ്. നമുക്കറിയില്ലല്ലോ, നമ്മൾ വിചാരിച്ച് നമ്മളോട് തോണ്ടണമെന്നാണ്. നമ്മളെ തന്നെ തോണ്ടണവരിവിടെ ഉണ്ട്, അത് നോക്കാൻ നമുക്ക് നേരമില്ല. ഇങ്ങനെയാണ് ലോകം. നമ്മളെ സ്നേഹിക്കണവരെ കണക്കാക്കില്ല. എന്നിട്ട് നമ്മൾ പിടിച്ചതിനെ വിട്ട് ഇതൊക്കെ നമുക്കറിയാത്ത വല്ല കഥയാ. പറക്കടേനെ പിടിക്കാൻ പോകുമെന്ന് പറയില്ലേ, പറക്കടേനെ പിടിക്കാൻ കിട്ടും. പിടിച്ചത് ഈ മട്ടാണ്. നോക്കൂ ഇല്ലേ, ആ കൗസല്യോടെ ഞാൻ ഈ ജാതി ഒന്നും ഇങ്ങനെയൊക്കെ എന്നെ കൊണ്ടു നടന്ന കൗസല്യേ എന്നെ ഞാൻ എൻ്റെ കണക്കാക്കിയത് ഇങ്ങനെയായില്ലോ. ഈ ആരെ കൈകൈ ദുഷ്ട ഉണ്ടല്ലേ,
ഇപ്പോഴല്ലേ മനസ്സിലായത് മഹാവിഷാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് കരഞ്ഞു ഒരു രാജാവ്. അപ്പോൾ രാജാവ് ചില വീണ്ടു വിചാരങ്ങളൊക്കെയാണ് രാജാവിൻ്റെ ഉള്ളിൽ വരുന്നത്. എന്നിട്ട് പറയുകയും ചെയ്തു, ദുഃഖമേവം വിധം പ്രാപ്തം പുരാകൃതം ഇവാശുഭം ചിരം ഖലു മയാ പാപേത്വം പാപേനാഭിരക്ഷിത. എന്തോ ഞാൻ പൂർവജന്മത്തിൽ നല്ലോണം പാപം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിപ്പം എൻ്റെ കൂടെ ഈ പാവത്തിൻ്റെ കൂടെ ഇരിക്കേണ്ടതായിട്ട് വന്നത്. ഇല്ലെങ്കിൽ എന്താ ഉണ്ടായത്? അജ്ഞാനാതുപസമ്പന്ന രജ്ജുരുദ്ബന്ധിനീ യഥ